ഹായ്, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, എൻ്റെ പേര് ഫാത്തിമ ഫിദ. ഞാൻ I'm a web developer and a designer, also a software development student. ഓക്കെ, ഞാൻ സൈക്യൂക്ക് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് എന്ന് പറഞ്ഞ കോഴ്സാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഈ കോഴ്സിൽ ദർ ഇസ് 2 പാർട്ട്, എ ആൻഡ് ബി. ആൻഡ് ഓരോ പാർട്ടിൽ പാർട്ട് എയിൽ ദർ ഇസ് 3 ബ്ലോക്സ്. 3 ബ്ലോക്സിലും 12 യൂണിറ്റ് ഉണ്ട്. പാർട്ട് ബിയിൽ 2 ബ്ലോക്ക് 8 യൂണിറ്റ് ആണ് ടോട്ടൽ കണ്ടൻറ്റിൽ. സോ ഇന്ന് നമ്മൾ പാർട്ട് എയിലെ ബ്ലോക്ക് 1 ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലോ ഡൗട്ട്സ് ഉണ്ടെങ്കിലോ എല്ലാം അപ്പം തന്നെ ചോദിക്കാം. ഓക്കെ, ഫീൽ ഫ്രീ ടു ഇൻ്ററപ്റ്റ് ദ ക്ലാസ് എനി ടൈം അറ്റ് എനി പോയിന്റ്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്ക് യൂണിറ്റ് 1 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇൻട്രൊഡക്ഷൻസ് ടു കമ്പ്യൂട്ടേഴ്സ്. സോ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് തുടങ്ങാം. ഓക്കെ, എന്താണ് കമ്പ്യൂട്ടേഴ്സ്? എനി ആൻസേഴ്സ്? എനിബഡി? കമ്പ്യൂട്ടേഴ്സ് എന്താണ്? സിമ്പിളായിട്ട് ആൻസേഴ്സ് ആർക്കെങ്കിലും? ഓക്കെ, സോ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് യെസ്, മെഷീൻസ്. കമ്പ്യൂട്ടേഴ്സ് ആർ മെഷീൻസ് ദാറ്റ് ആർ പ്രോഗ്രാമബിൾ. യാ, സോ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ കുറച്ച് ഡേറ്റ കൊടുക്കുന്നു, കമ്പ്യൂട്ടേഴ്സ് അതെടുക്കുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് റിസൾട്ട്സ് തരും അല്ലേ? വേണമെങ്കിൽ നമുക്ക് ഒരു വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു അസിസ്റ്റൻറ്റിനെ പോലെ നമുക്ക് ചിന്തിക്കാം. നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞാലും അപ്പം തന്നെ എന്താണ് ലൈക്ക് 2-3 സെക്കൻഡ് കൊണ്ട് അപ്പം തന്നെ ചെയ്തു തരും. ലൈക്ക് വളരെ ക്വിക്ക് ആൻഡ് ആക്യുറേറ്റ് ആയിട്ട്. ഓക്കെ, ഇപ്പം ഈ പുതിയ കാലത്ത് നമുക്ക് കമ്പ്യൂട്ടേഴ്സ് ഇല്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല അല്ലേ? എല്ലാ സംഭവം എന്ത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ലൈക്ക് എല്ലാ ഇൻഡസ്ട്രീസിലും കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിലായാലും പഠിക്കാൻ സ്കൂളിലായാലും എല്ലായിടത്തും കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എങ്ങനെയാണ് കമ്പ്യൂട്ടേഴ്സ് ഫസ്റ്റ് കണ്ടുപിടിച്ചത്? ഓക്കെ, ഹൗ ഈസ് ദ എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എങ്ങനെയാണെന്നാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ എനിബഡി ഹാസ് എനി ഐഡിയ ലൈക്ക് ഹൂ ഇൻവെൻറ്റഡ് ദ കമ്പ്യൂട്ടർ? എനി ആൻസേഴ്സ്? No? Okay. ആണ് ബാബേജാണ്. ഓക്കെ, സോ നമുക്ക് കമ്പ്യൂട്ടേഴ്സിൻ്റെ എവല്യൂഷൻ തുടങ്ങാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് എല്ലാവരുടെ അടുത്തും ഉണ്ടോ എനിക്കറിയില്ല. ടെക്സ്റ്റ് ബുക്കിൽ ഇറ്റ്സ് വെരി ലോങ്, ഇറ്റ്സ് വെരി തിക്ക്, പക്ഷേ പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നും ഇല്ല. എല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ പെട്ടെന്ന് ഓടിച്ചു പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ലൈക്ക് ഹ്യൂജ് വലിയ മെഷീൻസ് ആയിരുന്നു. അതിന് വാക്യൂം ട്യൂബ്സും വളരെ വലിയ വാക്യൂം ട്യൂബ്സും ലൈക്ക് ഒക്കെ വെച്ചിട്ട് വീട്ടിലൊന്നും വെക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ കമ്പ്യൂട്ടർ ഉണ്ടാവും. വളരെ ലൈക്ക് ഭയങ്കര ചൂട്, ലൈക്ക് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും ഈ കമ്പ്യൂട്ടേഴ്സ്. ഇത് ഉണ്ടാക്കാനും ഉപയോഗിക്കാനും ഓപ്പറേറ്റ് ചെയ്യാനെല്ലാം ഭയങ്കര എക്സ്പെൻസ് ആയിരുന്നു പണ്ട് കാലത്ത്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, one of the first computer programmers is a woman. Anybody know her name? ആർക്കെങ്കിലും പേരറിയും? Her name was Ada Lovelace. Okay, one of the first computer programmers. Okay, it's just a fun fact. Okay, പിന്നെ ഈ വലിയ മെഷീൻസൊക്കെ ട്രാൻസിസ്റ്ററിൻ്റെ ഇൻവെൻഷനോടെ ചെറുതാകാൻ തുടങ്ങി. അപ്പം വലിയ വാക്യൂം ട്യൂബ്സിൻ്റെ ആവശ്യം ഒഴിവായി ട്രാൻസിസ്റ്റേഴ്സ് വന്നതിന് ശേഷം. ഓക്കെ, അതിന് ശേഷമാണ് ഫസ്റ്റത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടായി, വിച്ച് ഈസ് ദി അസംബ്ലി ലാംഗ്വേജ്. ഓക്കെ, പക്ഷേ അസംബ്ലി ലാംഗ്വേജ് വളരെ ഈസി അല്ല യൂസ് ചെയ്യാൻ. ഓക്കെ, അങ്ങനെ
പുതിയ ലാംഗ്വേജസ് ആൾക്കാർ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി കണ്ടുപിടിക്കാൻ തുടങ്ങി. പിന്നെ ട്രാൻസിസ്റ്റേഴ്സിന് ശേഷം ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് IC അല്ലെങ്കിൽ ചിപ്പ് എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ, അതുണ്ടാകാൻ തുടങ്ങി. അതുണ്ടായതിനു ശേഷം എന്താണ് ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് ചിപ്പുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ചിപ്പ് പറയുമ്പോൾ വളരെ ചെറിയ ടൈനി പീസസ് ഓഫ് സിലിക്കൺ ആണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് വെരി അഫോർഡബിൾ ആൻഡ് പവർഫുൾ. അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും ഒക്കെ ഇൻവെൻ്റ് ആയതിനു ശേഷം എന്താണ് പിന്നീടാണ് വീടുകളിൽ കമ്പ്യൂട്ടേഴ്സ് കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ നാലാമത്തെ ജനറേഷൻ, മൂന്നാമത്തെ ജനറേഷൻ ഈസ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. നാലാമത്തെ ജനറേഷൻ മൈക്രോ പ്രോസസ്സേഴ്സ്. ഓക്കെ, മൈക്രോ പ്രോസസ്സേഴ്സ് വാസ് ഇൻവെൻറ്റഡ് ആൻഡ് ദെൻ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാകാൻ തുടങ്ങി. അതിനു മുമ്പ് ഓഫീസുകളിലോ ചെറിയ സ്ഥലത്തോ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മൈക്രോ പ്രോസസ്സേഴ്സിന് ശേഷം എന്താണ് വീടുകളിലൊക്കെ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാകാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെയാണ് CPU, വലിയ CPUs കണ്ടിട്ടില്ലേ, മോണിറ്റേഴ്സ്, CPUs ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി. വീടുകളിലും സ്കൂളിലും ബിസിനസ്സുകളിലൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ഓക്കെ, ഇപ്പം ഉള്ള ജനറേഷൻ എന്ന് പറയുന്നത് ഈസ് ദ 5th generation, വിച്ച് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഓക്കെ, കമ്പ്യൂട്ടേഴ്സ് എന്തായി പഠിക്കാൻ തുടങ്ങി, എന്താണ് കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് ചെയ്യാൻ തുടങ്ങി. പണ്ട് കാലത്ത് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തത് കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രം. പിന്നെ ഓരോ ടാസ്ക് ഇങ്ങനെ പ്രോഗ്രാമേഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് ആൾക്കാർ എക്സ്പെരിമെൻ്റ് ചെയ്ത് ഇപ്പം വി ആർ സീയിങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. കമ്പ്യൂട്ടേഴ്സ് ഒറ്റക്ക് പഠിക്കാനും അഡാപ്റ്റ് ചെയ്യാനും കോംപ്ലക്സ് ടാസ്ക്സ് പെർഫോം ചെയ്യാനും തുടങ്ങി. ഓക്കെ, ഇനി വരാൻ പോകുന്ന കാലം എന്ന് പറഞ്ഞാൽ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI, നാനോ ടെക്നോളജി, ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ് വരാൻ പോകുന്നത്. Also, if you take the evolution of the computers, we will see how എങ്ങനെയാണ് കമ്പ്യൂട്ടേഴ്സ് അത്രയും വലിയ മെഷീൻസ് ചെറുതായി വന്നത് കാണാൻ പറ്റും. ഇപ്പം എല്ലാവരുടെ കയ്യിലും വി ഹാവ് ഫോൺസ്, മൊബൈൽ ഫോൺസ് ആർ ഓൾസോ കമ്പ്യൂട്ടേഴ്സ്, റൈറ്റ്? Those are devices that take in data, process it and give us results. എന്ത് കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക്, ഫോൺ വിളിക്കാനാണെങ്കിലും എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് എഴുതാനാണെങ്കിലും എല്ലാത്തിനും നമ്മൾ ഫോൺ ഉപയോഗിക്കും. ആൻഡ് ഇറ്റ്സ് ലൈക്ക് വെരി സ്മോൾ, പോക്കറ്റിലിടാൻ പറ്റുന്ന. അങ്ങനെയാണ് കമ്പ്യൂട്ടേഴ്സിൻ്റെ എവല്യൂഷൻ എന്ന് പറയുമ്പോൾ അതാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് 5th generation. ഇനി നമ്മൾ പഠിച്ചിറങ്ങാൻ പോകുന്നത് 6th generation. ഓക്കെ, സോ that is the evolution of computers. Okay, any questions? മനസ്സിലാവുന്നുണ്ടോ? സ്ലൈഡ് ചേഞ്ച് ആവുന്നില്ല. ഓക്കെ, സോറി. ഓക്കെ, ഇതാണ് കമ്പ്യൂട്ടറിന്റെ ഡെഫിനിഷൻ ആണിത്. Accepts the data, processes it, and then produces output. Also stores data as needed. Okay. ഇതാണ് എവല്യൂഷൻസ്. ഞാൻ പറഞ്ഞ ജനറേഷൻസ് ആണിത്. ഫസ്റ്റ് ജനറേഷനിൽ വലിയ വാക്യൂം ട്യൂബ്സും അസംബ്ലി ലാംഗ്വേജ്. സെക്കൻഡ് ജനറേഷനിൽ, തേർഡ് ജനറേഷനിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് വരാൻ തുടങ്ങി. പിന്നെ മൈക്രോ പ്രോസസ്സേഴ്സ് ആൻഡ് ദെൻ AI, വിച്ച് ഇസ് ദിസ് ജനറേഷൻ. ആൻഡ് ദെൻ ഇനി വരാൻ പോകുന്നത് ന്യൂറൽ നെറ്റ്വർക്ക്സ്, AI ആൻഡ് നാനോ ടെക്നോളജി. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് classification of computers. Okay, computers can be classified in 3 ways. Okay, by purpose, by size and capacity, and by technology. ഇങ്ങനെ പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ബൈ പർപ്പസ്. കമ്പ്യൂട്ടേഴ്സ് എല്ലാ ഷേപ്പിലും സൈസിലും വരും നമ്മൾ പറഞ്ഞല്ലോ. ഫോണിൻ്റെ സൈസിലായാലും, ലാപ്ടോപ്സ്, മാക്ബുക്സ്, ഓർ ലൈക്ക് TV സ്ക്രീൻസ്, എല്ലാ ഷേപ്പിലും സൈസസിലും വരും എന്ന് പറഞ്ഞു. ആൻഡ് ഇറ്റ്സ് ബിൽഡ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. TV ലാർജ് സ്കെയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ, വീഡിയോസ് വാച്ച് ചെയ്യാനാണ് മെയിൻലി യൂസ് ചെയ്യുക. പക്ഷേ ഡോക്യുമെൻറ്റ്സ് എഴുതാൻ TV യൂസ് ചെയ്യില്ലല്ലോ. ഡോക്യുമെൻറ്റ്സ് എഴുതാൻ ലാപ്ടോപ്സ് യൂസ് ചെയ്യും. അങ്ങനെ വേറെ പർപ്പസസ് ആണല്ലോ ഓരോ ഡിവൈസിനുള്ളത്. അപ്പം ഫസ്റ്റത്തെ classification is by purpose. Okay, which can also be classified
further into two: general purpose and special purpose. General purpose എന്ന് പറഞ്ഞാൽ കുറേ ടാസ്ക്സ് ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്സ്, ഡെസ്ക്സ്, വീട്ടിലും ഓഫീസിലൊക്കെ യൂസ് ചെയ്യുന്നത്. സ്പെഷ്യൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ വെതർ ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആയിട്ട് ഫാക്ടറീസിൽ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ്, അതാണ് സ്പെഷ്യൽ പർപ്പസ് എന്ന് പറയുന്നത്. സ്പെഷ്യൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു പർപ്പസ് മാത്രമേ അതിനുണ്ടാവും. ജനറൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ ആ കമ്പ്യൂട്ടറിനെ കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഈസ് ബൈ സൈസ് ആൻഡ് കപ്പാസിറ്റി. ഓക്കെ, ബൈ സൈസ് ആൻഡ് കപ്പാസിറ്റി മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, മിനി കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ആയിട്ടുള്ള പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, അതൊക്കെ. മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മൈക്രോ കമ്പ്യൂട്ടേഴ്സിനെയും കാട്ടി കുറച്ച് വലിയ കമ്പ്യൂട്ടേഴ്സ്, ബിസിനസ്സിലൊക്കെ യൂസ് ചെയ്യുന്നത്, വലിയ മീഡിയം സൈസ്ഡ് ബിസിനസ്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ്, വളരെ വലിയ ലാർജ് ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്നത്, ബാങ്ക് പോലെ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസ് പോലെ വളരെ കുറേ ഡേറ്റ പ്രോസസ്സ് ചെയ്യേണ്ട കമ്പനീസിന് യൂസ് ചെയ്യുന്നതാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. പിന്നെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ആയിട്ടുള്ള സയൻറ്റിഫിക് കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, വെതർ ഫോർകാസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ലൈക്ക് ഡേറ്റ സെൻറ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് സൈസ് ആൻഡ് കപ്പാസിറ്റി. ഓക്കെ ഓക്കെ ന്യൂറൽ നെറ്റ്വർക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഇൻഫർമേഷൻ്റെ ഒരു ചെയിനാണ്. ഓക്കെ, എങ്ങനെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, സോ ബേസിക്കലി ഇപ്പം നമ്മളൊരു കമ്പ്യൂട്ടറിനെ ഓക്കെ, ഇത് വാച്ച് കണ്ടല്ലേ, ഇതൊരു വാച്ചാണെന്ന് കമ്പ്യൂട്ടറിന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ പോകും. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്താണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ എന്ത് പറയണം, ഇതൊരു ചെയിൻ വാച്ചാന്ന് പറയണം. വാച്ച് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതൊരു വാട്ടർ ബോട്ടിലാണെന്ന് പറയാം. ഓക്കെ, സോ വാട്ടർ ബോട്ടിലാണ്, സിലിണ്ടർ ഷേപ്പ് ഡിറ്റക്ട് ചെയ്യാൻ പറയും ഫസ്റ്റ്. ഓക്കെ, അത് വൺ പീസ് ഓഫ് ഇൻഫർമേഷൻ ആണ്. അടുത്ത പീസ് ഓഫ് ഇൻഫർമേഷൻ ഈസ് ഗോയിങ് ടു ബി സിലിണ്ടർ ഷേപ്പ് ആൻഡ് ഇറ്റ് വിൽ ഹാവ് ലൈക്ക് എ ടോപ്പ് ക്യാപ്പ്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്നതാണ് ന്യൂറൽ നെറ്റ്വർക്ക് അപ്രോച്ച്. ഓക്കെ, ഹ്യൂമൻ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതിന് ഹ്യൂമൻ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് പോലെ കമ്പ്യൂട്ടേഴ്സിനെ പഠിപ്പിക്കാനുള്ള ടെക്നിക്കാണ് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹൗ ഡു എക്സ്പ്ലെയിൻ ദിസ്. നമ്മളെ ബ്രെയിന് ഇറ്റ് ഈസ് കണക്റ്റഡ്, ലൈക്ക് കുറേ ചെറിയ ചെറിയ ന്യൂറോൺസ് കണക്റ്റ് ആയിട്ടാണ് നമ്മൾ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് അല്ലേ. അതുപോലെ ന്യൂറൽ നെറ്റ്വർക്ക് കമ്പ്യൂട്ടേഴ്സിന് പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യാനും ഡിസിഷൻസ് എടുക്കാനും വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ ചെറിയ ചെറിയ സിഗ്നൽസ് സെൻഡ് ചെയ്തിട്ട് പഠിപ്പിക്കുന്നതാണ് ന്യൂറൽ നെറ്റ്വർക്ക് പറയുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് അപ്പറിപ്പുറം ഇന്റർ കണക്റ്റഡ്, ഓരോ പീസ് ഓഫ് ഡേറ്റ അപ്പറിപ്പുറം ഇന്റർ കണക്റ്റഡ് ആയിട്ട് ആയതുകൊണ്ടാണ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഹ്യൂമൻ ബ്രെയിന് പോലെ ചെറിയ ചെറിയ ന്യൂറോൺസ് അടങ്ങിയിട്ടാണ് ഉള്ളതാണല്ലോ ബ്രെയിന്. അതുപോലെ ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് എന്ന് വിചാരിക്കാം, ലൈക്ക് പീസസ് ഓഫ് ഡേറ്റ, ഇൻഫർമേഷൻ, അത് ഓരോന്നും ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ളതായിക്കൊണ്ടാണ് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ന്യൂറൽ നെറ്റ്വർക്ക്സിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നതാണെങ്കിൽ ഡീപ്പായിട്ട് കുറേ പോകാനുണ്ട്. പക്ഷെ അത് ഇന്നത്തെ ക്ലാസ്സിൻ്റെ അജണ്ടയിൽ ഇല്ലാത്തതുകൊണ്ട് വേറൊരു ദിവസത്തേക്ക് നമുക്കത് വെക്കാം. ഓക്കെ, ഇനി നമ്മൾ നിർത്തിയത് എവിടെ, ബൈ സൈസ് ആൻഡ് കപ്പാസിറ്റി, റൈറ്റ്. ഇനി നമുക്ക് ബൈ ടെക്നോളജി, ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ബൈ ടെക്നോളജി പഠിക്കാം. ഓക്കെ, ബൈ ടെക്നോളജി computers are classified into analog computers, digital computers and hybrid computers. Okay, analog computers എന്ന് പറഞ്ഞാൽ physical quantities, temperature,
വോൾട്ടേജ് ഒക്കെ ലൈക്ക് മെഷർ ചെയ്യുന്നതാണ്. പണ്ട് കാലത്തെ തെർമോമീറ്റർ ഇല്ലേ, അതാലോചിച്ചാൽ മതി. ദാറ്റ് ഈസ് അനലോഗ്, അത് ഡിജിറ്റൽ അല്ല. പണ്ട് ഉണ്ടായ തെർമോമീറ്റർ ഇല്ലേ, നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഈ വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ ആൾക്കാർ വരുമല്ലേ, അപ്പം യൂസ് ചെയ്യുന്ന ടൂള്, അങ്ങനത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യുന്നതാണ് അനലോഗ് കമ്പ്യൂട്ടേഴ്സ്. പിന്നെ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്, ഡേറ്റ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നത്, ഡേറ്റ പ്രോസസ്സ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും പറ്റുന്നതാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സാണ്. ഓക്കെ, പിന്നെ ഉള്ളത് ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സാണ്. അനലോഗ് ഫീച്ചേഴ്സും ഡിജിറ്റൽ ഫീച്ചേഴ്സും മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ്. എക്സാമ്പിൾ പറയാൻ, ഹോസ്പിറ്റലിലൊക്കെ ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യും. എന്തിന്? പേഷ്യൻറ്റിൻ്റെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ECG മോണിറ്റേഴ്സ് ഇല്ലേ, അത് പേഷ്യൻറ്റിൻ്റെ ഹാർട്ട് ബീറ്റ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, ഹാർട്ട് ബീറ്റ് മോണിറ്റർ ചെയ്യുന്ന സമയം ഇറ്റ് ഈസ് അനലോഗ്. കാരണം അതെന്താണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ് മെഷർ ചെയ്യാൻ. പിന്നെ അതിന് ശേഷം ഈ ഡേറ്റ പ്രോസസ്സ് ചെയ്യണ്ടേ, ആ പ്രോസസ്സ് ചെയ്യുന്ന പാർട്ട് ഇസ് ഡിജിറ്റൽ. സോ ഈ ഹോസ്പിറ്റലിലുള്ള കമ്പ്യൂട്ടർ ഇറ്റ് ഡസ് ബോത്ത്, അനലോഗ് ആയിട്ട് വർക്ക് ചെയ്യും, ഡിജിറ്റൽ ആയിട്ടും വർക്ക് ചെയ്യും. മനസ്സിലായോ? തംസ് അപ്പ്. ഓക്കെ, ഇനി we can discuss the components of a computer. Okay, components of computer. Components of the computer എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ്. കമ്പ്യൂട്ടേഴ്സിന് ദർ ഇസ് 2 മെയിൻ ടൈപ്സ് ഓഫ് പാർട്സ്, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. കുറേ കേട്ടിട്ടുണ്ടാവും ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആയിട്ടുള്ള പാർട്സ് ആണ് കമ്പ്യൂട്ടേഴ്സിൻ്റെ. യുനോ നമുക്ക് തൊടാൻ പറ്റുന്ന പാർട്ടുകൾ, കീബോർഡ്, മൗസ്, CPU, പിന്നെന്താ ഹാർഡ് ഡ്രൈവ്, USB, അങ്ങനത്തെ തൊടാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്താ ഹാർഡ്വെയർ എന്ന് പറയുന്നത്, ഹാർഡായിട്ടില്ല. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലില്ല, നമുക്ക് കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ കാണാൻ പറ്റും, ഇറ്റ്സ് ലൈക്ക് ഇൻസ്ട്രക്ഷൻസ്, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, എന്താണ് സ്നിപ്പറ്റ് ഓഫ് കോഡ്, അങ്ങനത്തെ സംഭവങ്ങൾ. യുനോ ലൈക്ക് നമുക്ക് തൊടാൻ പറ്റൂല, പക്ഷെ നമുക്കതെന്താവും, അത് അവിടെ ഉണ്ടെന്ന് അറിയാം. ഓക്കെ, സോ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞിരുന്നു ഐ എം എ സോഫ്റ്റ്വെയർ ഡെവലപ്പർ. ഓക്കെ, സോ ബേസിക്കലി സോഫ്റ്റ്വെയർ പറയുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് കമ്പ്യൂട്ടറിനോട് എന്താ ചെയ്യേണ്ടേ പറയുന്നത്, ഓ ഇത് ചെയ്യും അത് ചെയ്യും, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതിനാണ് സോഫ്റ്റ്വെയർ പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ. ഓക്കെ, സോ there is 2 types of software, system software and application software. System software എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വിൻഡോസ്, മാക് OS, ആൻഡ്രോയിഡ്, iOS, അങ്ങനത്തെ ബേസിക് ഓപ്പറേഷൻ. കമ്പ്യൂട്ടർ ഓപ്പൺ ആകാനും എന്താണ് നമുക്കൊരു ടാബ് ക്ലിക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആപ്പ് തുറക്കാൻ കഴിയണമെങ്കിൽ, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ചെയ്യുന്ന സംഭവത്തിന് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയും. ഓക്കെ, ഓർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറയും, OS. ഇത് ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ബേസിക് ഡിവൈസ് ഡ്രൈവേഴ്സ് ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. പിന്നെ വരുന്നത് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ പ്രോഗ്രാംസാണ്, ആപ്പുകൾ. ഇപ്പം ലാപ്ടോപ്പിൽ നമ്മളിപ്പോൾ തുറന്നിട്ടുള്ള ഗൂഗിൾ മീറ്റ്, അത് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ക്രോം അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. മൈക്രോസോഫ്റ്റ് വേർഡ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഗെയിംസ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇസ് ജസ്റ്റ് ബേസിക്കലി എ ബിഗർ വേർഡ് ഫോർ ആപ്സ്. ഓക്കെ, ഇപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ബേസിക് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, OSകൾ പോലെ വിൻഡോസ്, മാക് OS, iOS അങ്ങനെ. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ആപ്സ്. ഓക്കെ, നമ്മൾ ആപ്പ് സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, ക്രോം, ഗെയിംസ്, അങ്ങനത്തെ സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക്സ് ചെയ്യുന്ന പ്രോഗ്രാംസ്. ഓക്കെ,
ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് അപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലോ. അപ്ലിക്കേഷൻസ് ഓഫ് ഡിസ്കഷൻസ് കമ്പ്യൂട്ടേഴ്സ് ഡിസ്കസ് ചെയ്യാം. അപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ശരിക്കും ഡിസ്കസ് ചെയ്യാനില്ല. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ലൈഫിൻ്റെ എല്ലാ ആസ്പെക്ട്സിലും കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ബിസിനസ്സിലായാലും പഠിക്കാനായാലും ഹോസ്പിറ്റൽസിലായാലും ബാങ്കിലായാലും സോഷ്യൽ മീഡിയ ആയാലും എല്ലാം നമ്മൾ കമ്പ്യൂട്ടേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഇൻവെൻ്ററി, മാർക്കറ്റിംഗ് ഇൻവെൻ്ററി ഉണ്ടാക്കാൻ, പിന്നെ കസ്റ്റമർ സർവീസിന്, ഓൺലൈൻ ലേണിംഗ് ലൈക്ക് വാട്ട് വി ആർ ഡൂയിങ് റൈറ്റ് നൗ, റീസെർച്ച് ചെയ്യാൻ, പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ, മെഡിക്കൽ റെക്കോർഡ് സ്റ്റോർ ചെയ്യാൻ, എല്ലാത്തിനും കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാം. Anybody can say one specific application of computer that they use in a daily basis in the comments? Like daily use ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറിൻ്റെ application. Yeah, റേഷൻ കട. That's a good application. വേറെ എന്തെങ്കിലും? ഇല്ല? ഓക്കെ, എന്നാൽ നമുക്ക് അടുത്തതിൽ കിടക്കാം, which is advantages and disadvantages of computers. Watching movies, that's a good one also. ഈ സ്ലൈഡിൽ കാണുന്നല്ലാത്ത വേറെ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആർക്കെങ്കിലും അറിയെങ്കിൽ പറയും. Do you think computers have more advantages or more disadvantages? അഡ്വാൻറ്റേജസ് ആണോ കൂടുതൽ, ഡിസഡ്വാൻറ്റേജസ് ആണോ കൂടുതൽ കമ്പ്യൂട്ടേഴ്സിന്? Advantages. Yeah. So let's discuss some of the advantages and disadvantages of computers, okay? Advantage എന്ന് പറഞ്ഞാൽ we can say വളരെ ഫാസ്റ്റാണ് കമ്പ്യൂട്ടേഴ്സ്. നമ്മൾ കുറച്ച് സമയമെടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സ്പീഡായിട്ട് കമ്പ്യൂട്ടേഴ്സിന് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ കാൽക്കുലേഷൻസ്. നമ്മൾ 1364 പ്ലസ് 2278 കാൽക്കുലേറ്റിന് മുമ്പ് തീരുന്നതിന് മുമ്പ് കമ്പ്യൂട്ടേഴ്സിന് ചെയ്യാൻ പറ്റും. വളരെ ഫാസ്റ്റാണ്, പിന്നെ വളരെ ആക്യുറേറ്റ് ആണ്. നമ്മളെയും കാട്ടിയും കൂടുതൽ എറർ ഇല്ലാണ്ട് ടാസ്ക്സ് പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റോറേജ്, നമുക്ക് മെമ്മറി, നല്ല മെമ്മറി ആണെങ്കിലും കമ്പ്യൂട്ടേഴ്സിന് ഉള്ളത് വെച്ചും ഓർത്ത് വെക്കാൻ പറ്റും. ഓക്കെ, ലൈക്ക് വാസ്റ്റ് അമൗണ്ട്സ് ഓഫ് ഇൻഫർമേഷൻ ഒരു ചെറിയ സ്പേസിൽ ഇറ്റ് ക്യാൻ സ്റ്റോർ. പിന്നെ ഒരേ സമയത്ത് കുറേ മൾട്ടിപ്പിൾ ടാസ്ക്സ് പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യാനും സെക്യൂരിറ്റി മെഷേഴ്സൊക്കെ ചെയ്യാനും എന്ത് ചെയ്യാം, നമുക്ക് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ ഐ ഡോണ്ട് തിങ്ക് ദ ഫസ്റ്റ് വൺ ഈസ് എ വെരി ബിഗ് ഡിസഡ്വാൻറ്റേജസ്. I don't believe in reduced employment because of computers. But yeah, we can call it as a disadvantage. പിന്നെ പ്രൈവസി റിസ്ക്സ് are there. ഈ കളക്ട് ചെയ്യുന്ന ഡേറ്റ, സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ, നമ്മൾ കൊടുക്കുന്ന ഡേറ്റ അത് മറ്റുള്ളവർക്ക് കിട്ടോ ഇല്ലയോ, മീൻസ് അങ്ങനത്തെ കൺസേൺസ് ഉണ്ടാവും. പ്രൈവസി റിസ്ക്സ് ഉണ്ട്. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. പിന്നെ വൈറസ് ഹാക്കിങ് കമ്പ്യൂട്ടേഴ്സ് മനുഷ്യന്മാരെ പോലല്ല, വളരെ വൾണറബിൾ ആണ്. അപ്പം സൈബർ അറ്റാക്സ്, മാൽവെയർ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അതും വൺ ഓഫ് ദ ഡൗൺ സൈഡ്സ് ആണ്. പിന്നെ സൈബർ ക്രൈം, മലീഷ്യസ് ആയിട്ടുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, ഫ്രോഡ്, ഐഡൻറ്റിറ്റി തെഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാം. ബിക്കോസ് ഡിവൈസ് ആണല്ലോ, മൾട്ടിപ്പിൾ ടാസ്ക്സ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം കമ്പ്യൂട്ടേഴ്സ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഓക്കെ, അഡ്വാൻറ്റേജസ് അല്ലാണ്ട് ഡിസഡ്വാൻറ്റേജസ് ആരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്? ലൈക്ക് വൈറസോ ഹാക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ, ഫോണായാലും ലാപ്ടോപ്സ് ആയാലും എന്തെങ്കിലും? Did anybody come in to face some of this? That's a
Addiction. Okay. Addiction is a very good disadvantage of computers. അതാണ് ഞാൻ പറഞ്ഞത്, കമ്പ്യൂട്ടേഴ്സ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം, എത്ര ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. ഹ്യൂമൻ മെമ്മറി ഓർ കമ്പ്യൂട്ടർ മെമ്മറി മോർ പവർഫുൾ? ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻസ്. ക്യാൻ യു ആൻസർ ഇറ്റ് യുവർ സെൽഫ്? ആർക്കെങ്കിലും അതിന് ഉത്തരമുണ്ടോ? വാട്ട് ഡു യു തിങ്ക് സന ഫാത്തിമ? ഏതാണ് കൂടുതൽ പവർഫുൾ? അതെ, ഹ്യൂമൺ ആണ്. കാരണം കമ്പ്യൂട്ടേഴ്സിന് ഇൻഫർമേഷൻ കൊടുക്കുന്നത് ആരാ? ഹ്യൂമൻസ് അല്ലേ. കമ്പ്യൂട്ടേഴ്സിന് സ്വന്തമായിട്ട് തിങ്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഹ്യൂമൻ മെമ്മറി ആണല്ലോ കൂടുതൽ പവർഫുൾ. പക്ഷേ വൈ ഡു വി തിങ്ക് ദാറ്റ് കമ്പ്യൂട്ടർ മെമ്മറി വുഡ് ലുക്ക് ലൈക്ക് ഇറ്റ് ഈസ് മോർ പവർഫുൾ? വൈ? കാരണം ഹ്യൂമൻസ് അത്രയും ബ്രെയിൻ പവർ യൂസ് ചെയ്യുന്നില്ലല്ലോ, അത്രയും മെമ്മറി പവർ യൂസ് ചെയ്യുന്നില്ലല്ലോ. ഹ്യൂമൻസിലും പവർഫുൾ സ്റ്റോറേജ് ഇല്ലേ, നമ്മളത് കറക്റ്റ് യൂസ് ചെയ്യാത്തതുകൊണ്ടല്ലേ. കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു മനുഷ്യൻ ആദ്യം അത് ഉണ്ടാക്കി അതിനകത്ത് എന്താണ് ഇൻഫർമേഷൻ ആഡ് ചെയ്ത് അങ്ങനെയല്ലേ വർക്ക് ചെയ്യണേ. ഐ തിങ്ക് എൻ്റെ അഭിപ്രായത്തിൽ ഹ്യൂമൻ മെമ്മറിയാണ് പവർഫുൾ, ഇഫ് നമ്മളത് ഫുള്ളി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലേ. യാ, സോ ലെറ്റ്സ് മൂവ് ഓൺ, കാരണം ടൈമില്ല. ഫസ്റ്റ് യൂണിറ്റ് അങ്ങനെ കഴിഞ്ഞു, ലൈക്ക് വി ഫുള്ളി ഫിനിഷ് ദ ഫസ്റ്റ് യൂണിറ്റ്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് ഒന്ന് റാപ്പപ്പ് ചെയ്യാം. ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വി വർ ജസ്റ്റ് റണ്ണിങ് ത്രൂ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഴ്സ്, ഡെഫിനിഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്താണ്, പിന്നെ കമ്പ്യൂട്ടറിൻ്റെ എവല്യൂഷൻ, ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, അങ്ങനെ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് AI, നാനോ ടെക്നോളജി, ന്യൂറൽ നെറ്റ്വർക്ക്സ്, പവർഫുൾ ആയിട്ടുള്ള മോർ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് സംസാരിക്കുക. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് വി ഡിസ്കസ്ഡ് we can classify it by purpose, size, capacity, and technology. Pinne we discussed about components of a computers in the parts, hardware, software is divided into system software and application software. Okay, pinne we discussed applications of computers in the നമ്മൾ എവിടെയൊക്കെയാണ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വി ഡിസ്കസ്ഡ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഇനി നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിലേക്ക് നടക്കാം. ഓക്കെ, വിച്ച് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, റോൾ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ബിസിനസ് ആൻഡ് ഓർഗനൈസേഷൻസ്. ഓക്കെ, എത്ര ചെറിയ ബിസിനസ് ആയാലും എത്ര വലിയ ബിസിനസ് ആയാലും കമ്പ്യൂട്ടേഴ്സ് ആർ ലൈക്ക് ഇൻഡിസ്പെൻസിബിൾ ടൂൾ എന്ന് പറയാം, വിച്ച് ഇസ് ലൈക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ടൂൾ. കാരണം എഫിഷ്യൻസിയും ആക്യുറൻസിയും ഡിസിഷൻ മേക്കിങ്ങും എല്ലാം ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആക്കാൻ പറ്റുന്നത് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. ഓക്കെ, സോ റോൾ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ബിസിനസ് ആൻഡ് ഓർഗനൈസേഷൻസ്, ഞാൻ പറഞ്ഞ പോലെ ടു ഇംപ്രൂവ് എഫിഷ്യൻസി, ആക്യുറസി, ഡിസിഷൻ മേക്കിംഗ് ഇൻ ബിസിനസ് ഓപ്പറേഷൻസ്. എല്ലാ ബിസിനസ് പരമായിട്ടുള്ള ലൈക്ക് ഗ്രൂപ്പ്സിലും വി യൂസ് കമ്പ്യൂട്ടേഴ്സ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണെങ്കിലും മാർക്കറ്റിങ്ങിനാണെങ്കിലും അക്കൗണ്ടൻസി ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യും. കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെ യൂസ് ചെയ്യുന്നത്? ഇമെയിൽ അയക്കാൻ, ഇതുപോലെ വീഡിയോ കോൺഫറൻസിങ് ചെയ്യാൻ, മെസ്സേജ് ചെയ്യാൻ ലൈക്ക് പെട്ടെന്ന്, പിന്നെ കസ്റ്റമേഴ്സായിട്ട് ലൈക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യും. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വെബ്സൈറ്റ്സ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ, പബ്ലിഷ് ചെയ്യാൻ, പിന്നെ ബിസിനസ്സുകൾ കൂടുതൽ ആളടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ലൈക്ക് മാർക്കറ്റ് ചെയ്യാൻ
ട്രാക്ക് ചെയ്യാനൊക്കെ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കും. പിന്നെ ടാക്സ് ഫയൽ ചെയ്യാൻ, ഇൻവോയ്സിങ്, പേയ്മെൻറ്റ് ചെയ്യാൻ. ലൈക്ക് ബിസിനസ് എന്ന് പറയുമ്പം ദർ ഇസ് ഗോയിങ് ടു ബി പീപ്പിൾ ഹു വർക്ക് ഇൻ ദ ബിസിനസ്. ഇവർക്കൊക്കെ പൈസ കൊടുക്കണ്ടേ, അതിനും വി യൂസ് കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ. പിന്നെ ബിസിനസ്സിൻ്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോറേജ്, എന്തൊക്കെ എങ്ങനെയൊക്കെ വിറ്റുപോയി എന്നുള്ള റെക്കോർഡ്സൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യും. പിന്നെ ഈ ബിസിനസ് നടത്തിക്കൊണ്ട് നിൽക്കുമ്പം തന്നെ എംപ്ലോയീസിന് ട്രെയിനിങ് ചെയ്യാൻ, വെബിനാർസിന് ഒക്കെ ചെയ്യാൻ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രെയിനിങ്സ് കൊടുക്കാനും എന്ത് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യും. പിന്നെ എന്തെങ്കിലും മാർക്കറ്റ് ട്രെൻഡ് അനലൈസ് ചെയ്യാനോ സർവേ എടുക്കാനോ എല്ലാത്തിനും കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ. ഇതാണ് ബിസിനസ്സിൽ കമ്പ്യൂട്ടേഴ്സിൻ്റെ റോൾ. വളരെ ടു ദ പോയിന്റ് ആണ്, നമുക്കെല്ലാം ഇത് അറിയുന്നതാണ്. പിന്നെ അടുത്തത് കമ്പ്യൂട്ടേഴ്സ് ഫോർ സൊസൈറ്റി. സൊസൈറ്റിയിൽ എങ്ങനെയാണ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്, സമൂഹത്തിൽ എങ്ങനെയാണ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ എന്താ പറയുക, അഗ്രികൾച്ചറിൽ വരെ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അഗ്രികൾച്ചറിൽ എന്തിനാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്, സോയിൽ അനാലിസിസ് ചെയ്യാൻ കമ്പ്യൂട്ടേഴ്സിനെ കൊണ്ട് എന്താണ് ഈ മണ്ണ് ഈ ചെടിക്ക് പറ്റിയതാണോ എന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്രോപ്പ് മാനേജ്മെന്റ് എന്താണ്, അതിനെന്താ ഇപ്പം പറയുക, ക്രോപ്പ് മാനേജ്മെന്റിന് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഒരു ചെടി നട്ടാൽ എത്ര കാലം കൊണ്ട് അത് വളരും, ലൈക്ക് എങ്ങനെ നട്ടാൽ ആണ് കൂടുതൽ ഈൽഡ് ഉണ്ടാവുക, കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് എനിക്ക് ഫാം ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചെയ്യാനും കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യും. പിന്നെ ഹെൽത്ത് കെയറിലും കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യും. എന്തിനാ, നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ പ്രാവശ്യം പറഞ്ഞു, ഹെൽത്ത് റെക്കോർഡ് സ്റ്റോർ ചെയ്യാനും ഡയഗ്നോസ് ചെയ്യാനും CT സ്കാൻ എടുക്കാൻ, ECG എല്ലാത്തിനും കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യും. ഇന്റർസ്റ്റെല്ലാർ മൂവിയിൽ ക്രോപ്പിംഗ് ഉണ്ട്, കണ്ടവർക്കറിയാം. സോ എല്ലാ ലൈക്ക് ഓർഗനൈസേഷനിലും കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ. ട്രാഫിക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ലൈക്ക് ഒപ്റ്റിമൈസ് ചെയ്യാനും ട്രാഫിക് ഫ്ലോ ശരിയാക്കാനും കൺജഷൻസ് ഒഴിവാക്കാനും എല്ലാം കമ്പ്യൂട്ടേഴ്സാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഗവൺമെൻറ് സെക്ടേഴ്സിൽ അഡ്മിനിസ്ട്രേഷൻസിന് വേണ്ടിയിട്ട് ആൾക്കാരുമായിട്ടുള്ള ട്രാൻസ്പെറൻസി ലൈക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ട് എല്ലാത്തിനും കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ. അങ്ങനെയാണ് സമൂഹത്തിൽ കമ്പ്യൂട്ടേഴ്സ് യൂസ്, സൊസൈറ്റി. ഇനി കമ്പ്യൂട്ടേഴ്സ് ഇൻ ബിസിനസ്, ട്രേഡ് ആൻഡ് കോമേഴ്സ്. ഓക്കെ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ബിസിനസ്, ട്രേഡ് ആൻഡ് കോമേഴ്സ് എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ഇട്ടാൽ ഇതിൻ്റെ ആൻസറായി. സോ ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് ചെയ്യാൻ, ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഒരു സാധനം വാങ്ങിച്ചാൽ ബാർകോഡ് സ്കാൻ ചെയ്യും. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്. ബാർകോഡ് സ്കാൻ ചെയ്യുന്ന സാധനം ഇറ്റ്സ് എ കമ്പ്യൂട്ടർ. സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ഇറ്റ്സ് എ കമ്പ്യൂട്ടർ. ഇനിയിപ്പം സ്റ്റോക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ബ്രെഡ് ഉണ്ട്, എത്ര പാലുണ്ട്, ലൈക്ക് സ്റ്റോക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യും. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് പേപ്പർ ഉപയോഗിക്കാം, പേപ്പറിൽ എഴുതി വെക്കാമല്ലോ എത്ര പാലുണ്ട് എത്ര ബ്രെഡ് ഉണ്ട്. പക്ഷേ പേപ്പർ ഉപയോഗിക്കുമ്പോൾ എന്താണ് ഇൻക്രീസ് ആവുന്നത്, വേസ്റ്റ് ഇൻക്രീസ് ആവും. അപ്പോൾ ഇതുപോലെ ഡിജിറ്റലായിട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ, കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്യുമ്പോൾ ഇറ്റ് റെഡ്യൂസസ് വേസ്റ്റ്. ഓക്കെ. ആൻഡ് ഇംപ്രൂവ്സ് എഫിഷ്യൻസി. പേപ്പറിൽ ഞാൻ എഴുതി വെച്ചിട്ട് കാണാണ്ടായാൽ പിന്നെ എനിക്ക് എത്ര പാലില്ല എത്ര ബ്രെഡ് ഇല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. പക്ഷേ കമ്പ്യൂട്ടറിൽ വെച്ചാൽ ഇങ്ങനെ സെർച്ച് ചെയ്താൽ കിട്ടും. സോ ഇറ്റ് ഇൻക്രീസസ് എഫിഷ്യൻസി ആൻഡ് റെഡ്യൂസസ് വേസ്റ്റ്. പിന്നെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഓക്കെ. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് നേരത്തെ പറഞ്ഞ പോലെ അക്കൗണ്ടൻസിൽ പറഞ്ഞിട്ടില്ലേ, റെക്കോർഡ് കീപ്പ് ചെയ്യാൻ, ട്രാൻസാക്ഷൻ ചെയ്യാൻ, പിന്നെ
ഓപ്പറേഷൻസ് ട്രാക്ക് ചെയ്യാൻ, പിന്നെ ബിസിനസ്സുകൾക്ക് അതിൻ്റെ ബിസിനസ്സുകളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഹെൽത്ത് ഉണ്ടല്ലോ, എന്താണ് എത്ര പൈസ ചിലവാക്കുന്നത്, എത്ര പൈസ ഗെയിൻ ചെയ്യുന്നത്, ഇതൊക്കെ മാനേജ് ചെയ്യാൻ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യും. ബഡ്ജറ്റ് ചെയ്യാൻ, ഫോർകാസ്റ്റ് ചെയ്യാൻ ഒക്കെ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാൻ. ഇപ്പം ബഡ്ജറ്റ് ചെയ്യാൻ നമുക്ക് എക്സൽ ഷീറ്റ് ഉണ്ടാക്കാം, വളരെ ആക്യുറേറ്റ് ആയിട്ട് ബഡ്ജറ്റ് ചെയ്യാൻ. ഇന്ന സാധനത്തിന് ഇത്ര പൈസ ആവശ്യമുണ്ട്, ഇത്രയാണ് നമ്മളെ ബഡ്ജറ്റ്, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ ബഡ്ജറ്റ് ചെയ്താൽ ഫ്യൂച്ചറിൽ നമ്മളെ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും അത് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് അറിയാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, CRM, കസ്റ്റമറുമായിട്ട് ഇൻറ്ററാക്ഷൻ, കമ്മ്യൂണിക്കേഷൻ, സാറ്റിസ്ഫാക്ഷൻ എല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ റോൾസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഓൾ ടുഗെദർ. ഓക്കെ, അതെ, പാല് എണ്ണി നോക്കിയാൽ മതി. പാൽ എണ്ണി നോക്കിയിട്ട് എഴുതി വെക്കണ്ട എവിടെങ്കിലും, അല്ലാണ്ട് അതിങ്ങനെ ഓർത്ത് നടക്കാൻ കഴിയില്ലല്ലോ. ഗെറ്റ് ഇറ്റ്? ഇനി നമുക്ക് റോൾ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാം. ഇത് നമ്മളിപ്പോൾ സംസാരിച്ചു തന്നെ, പക്ഷേ ബിസിനസ് ഓൺലൈൻ ആണെന്നുള്ളൂ. ഓക്കെ, സോ ഓൺലൈൻ ബിസിനസ്സിൽ എങ്ങനെയാണ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുക? ഓൺലൈൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിൽ ബിസിനസ് ചെയ്യുന്നത്. ഇറ്റ്സ് ഫുള്ളി കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലാണ് ബിസിനസ് ചെയ്യുന്നത് തന്നെ. ഓക്കെ, സോ ഓൺലൈൻ ബിസിനസ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരുടെ അടുത്തേക്ക് ബിസിനസ് എത്തും. ഇപ്പം ഷോപ്പ് തുറന്നാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കണ്ണൂർ ഒരു ഷോപ്പ് തുറന്നാൽ കണ്ണൂരിലെ ആൾക്കാർക്ക് മാത്രമല്ലേ നമുക്ക് കേറ്റർ ചെയ്യാൻ പറ്റും. ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർ വന്ന് വാങ്ങിക്കൂലല്ലോ. അപ്പോൾ ഓൺലൈൻ ബിസിനസ്സിൻ്റെ ഒരു കീ പോയിന്റ് ഇസ് ദാറ്റ് ദി ബിസിനസ്സസ് ക്യാൻ റീച്ച് ടു കസ്റ്റമേഴ്സ് ഓൾ അറൗണ്ട് ദ വേൾഡ്. ഓക്കെ, മാർക്കറ്റ് റീച്ച് കൂടും. അതാണ് പറയുന്നത് എക്സ്പാൻഡ് മാർക്കറ്റ് റീച്ച് ഗ്ലോബലി. പിന്നെ എല്ലാം ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാം ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലാഭം എന്ന് പറയുന്നത് അധികം ആൾക്കാർ പണിക്ക് വേണ്ട, അപ്പോൾ നമ്മളെ കോസ്റ്റ് റെഡ്യൂസ് ആവും, ശമ്പളം കൊടുക്കണ്ട, എഫിഷ്യൻസിയും ഇൻക്രീസ് ആവും. മനുഷ്യന്മാർ എടുക്കുന്ന പകുതി സമയം മാത്രമല്ല, 1/4 സമയം മാത്രമേ എന്താകും കമ്പ്യൂട്ടേഴ്സ് എടുക്കും. പിന്നെ റിമോട്ടായിട്ട് വർക്ക് ചെയ്യാം. അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ് ആവില്ല. കാരണം ഞാൻ പറഞ്ഞിട്ടെ, കമ്പ്യൂട്ടറിന് ചെയ്യാൻ മാത്രം സിമ്പിൾ ആയിട്ടുള്ള വർക്കാണെങ്കിൽ അത് കമ്പ്യൂട്ടേഴ്സ് ചെയ്തോട്ടെ. മനുഷ്യന്മാർക്ക് ചെയ്യാൻ അത്രയും ബുദ്ധി വേണ്ട പണി മനുഷ്യന്മാർ പഠിച്ചാൽ മതി. മനസ്സിലായി? അപ്പോൾ അൺഎംപ്ലോയ്മെന്റ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഒരു പണി മാത്രം പഠിച്ചു നിന്നാൽ നമുക്ക് ലോകാവസാനം വരെ ജീവിക്കാൻ കഴിയില്ലല്ലോ. ലോകം മാറിക്കൊണ്ടിരിക്കല്ലേ, അതിനനുസരിച്ചിട്ട് നമ്മളും മാറണ്ടേ. അങ്ങനെ വേണമെങ്കിൽ അന്നേരം ജോബ് അൺഎംപ്ലോയ്മെന്റ് കൂടല്ലല്ലോ ചെയ്യാം. ഇപ്പോൾ എനിക്കൊരു ഷോപ്പുണ്ട്, അല്ല വേറെ ആർക്കും ഒരു ഷോപ്പുണ്ട്, അതിൽ ഞാൻ പണിക്കാരനാണ്. പക്ഷെ അവർ ഓൺലൈൻ ആക്കിയപ്പോൾ എൻ്റെ പണി പോയി. എനിക്ക് വീട്ടിൽ പോയിട്ട് ഓൺലൈൻ സ്റ്റോർ തുടങ്ങാലോ. മനസ്സിലായോ? എനിക്ക് അങ്ങനെ പണിയെടുക്കാലോ. അപ്പം അങ്ങനെ മാറണം, അപ്പം അൺഎംപ്ലോയ്മെന്റ് കൂടൂല. ഓക്കെ, അതാണ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഓൺലൈൻ ബിസിനസ്. ഓക്കെ, ഇതൊക്കെ പറഞ്ഞ തന്നെ പിന്നെയും പറയുന്നതുകൊണ്ട് we will run through a little bit faster. Okay, any computers in online banking and finance. Online banking and finance. Okay. ഓൺലൈൻ ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് പറയുമ്പോൾ പ്ലാസ്റ്റിക് മണി എന്ന് ഉദ്ദേശിക്കുന്നത് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, അങ്ങനത്തെ സംഭവങ്ങൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് പേ ചെയ്യാൻ പറ്റുന്നത്. പിന്നെന്താ ബാങ്കിങ് ആൻഡ് ഫൈനാൻസിൽ യൂസ് ചെയ്യുന്നത്? ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നില്ല എല്ലാവരും, വിച്ച് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഓൺലൈൻ ബാങ്കിങ് ആൻഡ് ഫൈനാൻസ്. ഓക്കെ, പിന്നെന്താ
റിമോട്ട് ആക്സസ് ആൻഡ് സെൽഫ് എൻക്വയറി. ലൈക്ക് ബാങ്കുകളിൽ എപ്പം വേണമെങ്കിൽ നമുക്ക് എന്ത് കസ്റ്റമർ സർവീസിനും അപ്പം തന്നെ ചോദിക്കാം. ബാങ്കിൽ പോയിട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ലൈക്ക് ഫോണിലോ ആപ്ലിക്കേഷനിലോ ലൈക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ട്രാൻസാക്ഷൻ ഉണ്ടാക്കാം. ബാങ്കിൽ പോയിട്ട് പൈസ ഇട്ടിട്ട് അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? പിന്നെ ഈ സിഗ്നേച്ചേഴ്സും നമുക്ക് ഡോക്യുമെന്റ്സ് ഒതൻറ്റിക്കേറ്റ് ചെയ്യാനോ ട്രാൻസാക്ഷൻ നടത്താനോ എല്ലാം ഫോണിൽ തന്നെ ചെയ്യാം. ഓക്കെ, വിച്ച് ഇസ് ഓൾസോ പാർട്ട് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഓൺലൈൻ ബാങ്കിങ്. പിന്നെ സെൻട്രലൈസ്ഡ് ഇൻഫർമേഷൻ. ഓക്കെ, സെൻട്രലൈസ്ഡ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചോദിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ്. അതൊക്കെ എന്താക്കാം, ബാങ്കുകൾക്ക് കസ്റ്റമേഴ്സിന് പെട്ടെന്ന് ക്വിക്ക്ലി ലൈക്ക് ക്യാച്ചർ ചെയ്യാൻ പറ്റും. അത് ഏത് ബ്രാഞ്ച് ആയാലും എന്താണ് ഏത് ബാങ്ക് ആയാലും എല്ലാവർക്കും ഒരേ സമയത്ത് ഒരുപോലെ ഇൻഫർമേഷൻ ബാങ്കിന് എത്തിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ ഫൈനാൻഷ്യൽ ആപ്ലിക്കേഷൻസ് ട്രേഡിംഗ്, ഇൻഫർമേഷൻ ആക്സസ്, ഡാറ്റ മാനേജ്മെൻറ്റ്, ബഡ്ജറ്റിംഗ്. ഓക്കെ, ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് സ്റ്റോക്ക് വാങ്ങിക്കാം, സെല് ചെയ്യാം. ഓക്കെ, ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് സിസ്റ്റംസ് ഇല്ലേ, ക്രിപ്റ്റോ കറൻസി, ബ്ലോക്ക് ചെയിൻ, അങ്ങനത്തെ കോംപ്ലക്സ് ആൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കറൻസി സിസ്റ്റംസ്. ഓക്കെ, പിന്നെ ഇൻഫർമേഷൻ ആക്സസ്. ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രൊഫഷണൽസിനോട് നമുക്ക് എന്ത് ചെയ്യാം, റിയൽ ടൈം എന്താണ് ന്യൂസോ ഡേറ്റയോ ഡിസിഷൻ മേക്കിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് എല്ലാത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് വൈഡ്ലി ആക്സസബിൾ ആണ്, വിച്ച് ഇസ് ഓൾസോ ബിക്കോസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് അല്ലേ. ഇറ്റ്സ് ലൈക്ക് കമ്പ്യൂട്ടേഴ്സ് ആർ ബേസിക്കലി ലൈക്ക് എ കമ്മ്യൂണിക്കേഷൻ ചാനൽ. ഓക്കെ, ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് സ്നിപ്പറ്റ്സ് ഓഫ് കോഡ്സ്. ഓക്കെ, ബ്ലോക്ക് ചെയിൻ വലിയൊരു വേറെ തന്നെ ഒരു ലോകമാണ്. ഓക്കെ, സ്നിപ്പറ്റ്സ് ഓഫ് കോഡ് ബ്ലോക്ക് ചെയിനിലുള്ള സംഭവങ്ങൾ എങ്ങനെ ഇത് സിമ്പിളായിട്ട്. ഓക്കെ, ഒരു റെക്കോർഡ് ബുക്ക് എന്ന് വിചാരിച്ചോ, ലൈക്ക് എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടത്തി എന്നുള്ളത് ട്രാക്ക് ചെയ്യുന്ന ഒരു റെക്കോർഡ് ബുക്ക് പോലത്തെ സംഭവമാണ് ബ്ലോക്ക് ചെയിൻ. ഡിജിറ്റൽ ലെഡ്ജർ എന്നൊക്കെ പറയാം. ഓക്കെ, ഈ ബ്ലോക്ക് ചെയിനിൽ ദർ ഇസ് ബ്ലോക്സ് ആൻഡ് ചെയിൻസ്. ഓക്കെ, ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് നടത്തുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള സംഭവമാണ് ബ്ലോക്സ്. ഓക്കെ, എല്ലാ ബ്ലോക്കിനും ഓരോ ഫിംഗർ പ്രിൻ്റ് ഉണ്ടാവും. ഫിംഗർ പ്രിൻറ്റിന് വി കോൾ ഇറ്റ് ഹാഷ്. ഓക്കെ, ഈ ഫിംഗർ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ട്രാൻസാക്ഷൻ നടത്തി ഒരു ബ്ലോക്ക്, ഓക്കെ, അതിനൊരു ഫിംഗർ പ്രിൻ്റ് ഉണ്ടാവും. അടുത്ത ട്രാൻസാക്ഷൻ നടത്തി അത് വേറൊരു ബ്ലോക്ക്, അതിൻ്റെ മുമ്പത്തെ ഫിംഗർ പ്രിൻ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഫിംഗർ പ്രിൻ്റ് ഒക്കെ ഒരേപോലെയുള്ള ബ്ലോക്സ് ഒരുമിച്ച് ലിങ്ക്ഡ് ആവും. ഓക്കെ, ഈ ലിങ്ക് ചെയ്യുന്ന സംഭവത്തിന് ചെയിൻ പറയും. ആൻഡ് ബ്ലോക്ക് ചെയിൻ ഇസ് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്ന ഇൻഫർമേഷൻ അല്ല. ഓക്കെ, കുറേ നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. ഈ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യുന്ന സാധനമല്ല, കുറേ സ്ഥലത്ത് ഇങ്ങനെ എല്ലാ കണക്ഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്ന സംഭവം. ബ്ലോക്ക് ചെയിനും ന്യൂറൽ നെറ്റ്വർക്ക്സ് പോലെ വളരെ ഡീപ്പായിട്ട് പോകാൻ പറ്റുമെങ്കിൽ അത്രയും വളരെ ഡീപ്പായിട്ടുള്ളൊരു ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് കമ്പ്യൂട്ടർ സയൻസും. ഓക്കെ, അതും ഐ തിങ്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. സോ ബേസിക്കലി ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻസ്, ബ്ലോക്സ്, ചെയിൻസ് ടുഗെദർ. ഓക്കെ, അങ്ങനെ വിചാരിച്ചാൽ മതി. ഇനി we can talk about എവിടെ നിർത്തി. സോ വെരി കോംപ്ലിക്കേറ്റഡ്. അതിനെക്കുറിച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ കറക്റ്റ് അത് പോയി അതിനെക്കുറിച്ച് വായിച്ച് പഠിക്കണം ബ്ലോക്ക് ചെയിനെ കുറിച്ച്. പിന്നെ വി ആർ ടോക്കിംഗ് അബൌട്ട് ഡേറ്റ മാനേജ്മെൻറ്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ടു ഓർഗനൈസ്, സ്റ്റോർ, analyze, process huge amount of data. ഓക്കെ, ഇതൊക്കെ എങ്ങനെയാണ് ഫൈനാൻസിൽ ഹെൽപ്പ് ചെയ്യുന്നത്? ബിസിനസ്സുകൾക്ക് എന്താണ് ട്രെൻഡ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ
ഹെൽപ്പ് ചെയ്യും, റിസ്ക് മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ ബഡ്ജറ്റിംഗ്. ഓക്കെ, അതും നമ്മൾ നേരത്തെ പറഞ്ഞു. ആക്യുറേറ്റ് ആയിട്ട് എങ്ങനെ എക്സ്പെൻസ് ബഡ്ജറ്റ് ചെയ്താലാണ് ഫ്യൂച്ചറിൽ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുക എന്നൊക്കെ ബിസിനസ്സുകൾക്ക് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് കമ്പ്യൂട്ടർ. ഓക്കെ, ഇനി ലെറ്റ്സ് ടോക്ക് അബൌട്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇമ്പോർട്ടൻസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഞാൻ എല്ലാവർക്കും അറിയുന്ന ടോപ്പിക്സ് ആണെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത്. പക്ഷെ എന്തെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ഇനി ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇമ്പോർട്ടൻസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. So computers are often connected to each other in networks. Okay, for example, നമ്മൾ വീട്ടിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടെന്ന് വെച്ചു. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എ വർക്ക് സ്പേസ്. നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി എ കണക്ഷൻ ബിറ്റ്വീൻ വൈഫൈ ആൻഡ് യുവർ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന് വൈഫൈ കണക്ട് ചെയ്താൽ ഇറ്റ്സ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഇനിയിപ്പം ഹെഡ്ഫോൺസ് കമ്പ്യൂട്ടറിന് കണക്ട് ചെയ്താൽ ഇറ്റ്സ് എ നെറ്റ്വർക്ക്. സോ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് പാൻ ഓർ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ആയിട്ടുള്ള നെറ്റ്വർക്കാണ്, നമ്മളെ സ്വന്തം വർക്ക് സ്പേസിൻ്റെ ഉള്ളിലുള്ള നെറ്റ്വർക്ക്. ഞാൻ പറഞ്ഞ പോലെ ഫോണ് ഇയർഫോൺസിനെ കണക്ട് ചെയ്ത പോലെ നെറ്റ്വർക്ക്സ്, അതിനാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ലാൻ ഈസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിൻ്റെ ഉള്ളിൽ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ഉള്ള ഡിവൈസസ് തമ്മിൽ ഫുള്ള് കണക്ട് ആയിട്ടില്ല. ഇറ്റ്സ് ലാനിൻ്റെ എക്സാമ്പിൾ വുഡ് ബി വൈഫൈ. വൈഫൈക്ക് എല്ലാ കമ്പ്യൂട്ടേഴ്സും കണക്ട് ചെയ്യുന്ന പോലെ, എല്ലാ ഫോണും കണക്ട് ചെയ്യുന്ന പോലെ അതിന് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. പിന്നെ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റി ഫുള്ള് ലൈക്ക് കണക്ട് ആയിട്ടുള്ള നെറ്റ്വർക്ക്. ഈ കേബിൾ TV നെറ്റ്വർക്കില്ലേ, അതുപോലത്തെ നെറ്റ്വർക്ക്, അതിന് എന്ന് പറയും, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. കാരണം ഒരു സിറ്റി ഫുള്ള് കണക്ട് ആയിട്ടില്ല. പിന്നെ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ കൺട്രീസ് സ്പാൻ ചെയ്യുന്ന കൺട്രീസ്, കോണ്ടിനെൻറ്റ്സ്, അല്ലെങ്കിൽ ഏഷ്യ, ആഫ്രിക്ക, അന്റാർട്ടിക്ക, ഇങ്ങനെ ഫുള്ള് വൈഡായിട്ട് കണക്ട് ആയ നെറ്റ്വർക്ക്. ഓക്കെ, ലൈക്ക് വൈഡായിട്ട് കണക്ട് ആയ നെറ്റ്വർക്ക് എന്നൊക്കെ പറയുമ്പോൾ ഡേറ്റ സെൻറ്റേഴ്സ് എന്നൊക്കെ എക്സാമ്പിളായിട്ട് എടുക്കാം. പിന്നെ ഹാൻ ഈസ് ഹോം ഏരിയ നെറ്റ്വർക്ക്. ഹോം ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിൽ, ഇറ്റ്സ് ലൈക്ക് ഇറ്റ് ഈസ് വിത്തിൻ ദ ഹോം. ലൈക്ക് സ്മാർട്ട് ഡിവൈസസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സ്മാർട്ട് ഹോംസ് കണ്ടിട്ടില്ലേ, ലൈക്ക് ഡോർബെല്ല് ലൈക്ക് അമർത്തി അത് കണക്റ്റായി, പിന്നെ ഉള്ളിൽ കയറി ഹായ് പറഞ്ഞ അലക്സ കണക്റ്റായി. അങ്ങനത്തെ സ്മാർട്ട് ഡിവൈസസ് കണക്ട് ചെയ്യുന്ന സംഭവത്തിന് ഹോം ഏരിയ നെറ്റ്വർക്ക് പറയും. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് പറയും. ഓക്കെ, അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഈസി യൂസർ കമ്മ്യൂണിക്കേഷൻ, പെട്ടെന്ന് ഇൻഫർമേഷൻ കൈമാറാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പം നമ്മൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിപ്പം അബുദാബിയിലായിരിക്കുന്നത്, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എവിടെയെന്ന് എനിക്കറിയില്ല, പക്ഷേ ദാറ്റ് ഈസ് ജിയോഗ്രഫിക്കൽ ബാരിയേഴ്സ്. നമ്മളെ രാജ്യത്തിൻ്റെ മാർക്കിങ്ങോ ഒന്നും കൺസിഡർ ചെയ്യാണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല. ദാറ്റ് ഈസ് an advantage of computer networks. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും ഇൻഫർമേഷൻ പെട്ടെന്ന് കൈമാറാനും പറ്റും. പിന്നെ ഇപ്പം എനിക്ക് എന്തെങ്കിലും പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ഞാൻ പ്രിൻ്ററിലേക്ക് അയച്ച് പ്രിൻ്റ് ചെയ്ത് അത് ഞാൻ സ്കാൻ ചെയ്ത് സ്കാനറിലേക്ക് ഇൻഫർമേഷൻ അയച്ച് അങ്ങനെ ഡിവൈസസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആൻഡ് ഷെയറിങ് ലൈക്ക് റിസോഴ്സസ് എനേബിൾ ചെയ്യും.
അത് വൺ ഓഫ് ദ അഡ്വാൻറ്റേജസ് ആണ്. പിന്നെ ലൈക്ക് ഒരേ സമയത്ത് കുറേ സ്ക്രീനുകളിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അതിന് എന്താണ്, അതും നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, വിച്ച് ഇസ് ബേസിക്കലി പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനും എഫിഷ്യൻസി കൂട്ടാനും വേണ്ടിയിട്ട്. പിന്നെ ഓൾസോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബിസിനസ്സിനും ഓർഗനൈസേഷൻസിനും റിയൽ ടൈം ലൈക്ക് ആക്സസും ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഇനി ഓക്കെ, സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് യൂണിറ്റ് 2. ഇപ്പോൾ യൂണിറ്റ് 2 നമ്മൾ എന്തിനെ കുറിച്ച് സംസാരിച്ചത്? application of computers in businesses, business organizations, പിന്നെ computers for society, computers in business, trade and commerce, പിന്നെ we discussed about computers in online business, online banking, finance, applications of a computer in finance, importance of computer networks, advantages. Okay, ഇനി മൂന്നാമത്തെ യൂണിറ്റ് വെബ് ആപ്ലിക്കേഷൻസ്. Okay, web applications. So anybody has any idea what a web application is? Anybody? No? Google Meet is a web application, yes. സോ നേരത്തെ നമ്മൾ കമ്പ്യൂട്ടേഴ്സിൻ്റെ രണ്ട് കോമ്പണൻസ് ഡിസ്കസ് ചെയ്തു, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഓക്കെ, വെബ് ആപ്ലിക്കേഷൻസ് ആർ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ദാറ്റ് റൺ ഓൺ എ വെബ് ബ്രൗസർ. വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഇസ് ദ ബ്രൗസർ ദാറ്റ് യു ആർ യൂസിങ് നൗ. ക്രോം ആവട്ടെ, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ആവട്ടെ, മൈക്രോസോഫ്റ്റിൻ്റെ പേരെന്താ എനിക്ക് ഓർമ്മയില്ല, ഫയർഫോക്സ് ആകട്ടെ, ഓപ്പറ ആകട്ടെ, ഇതൊക്കെ വെബ് ബ്രൗസേഴ്സാണ്. ഈ ബ്രൗസറിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻസ് ആണ് വെബ് ആപ്ലിക്കേഷൻസ്. ജിമെയിൽ, ആമസോൺ, ഇബേ, ഫ്ലിപ്കാർട്ട്, എനി അതർ, ഗൂഗിൾ മീറ്റ് പറഞ്ഞ പോലെ. ഇനിയിപ്പം വാട്സപ്പ് വെബിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ എ വെബ് ആപ്ലിക്കേഷൻ. ഓക്കെ, വെബ് ആപ്ലിക്കേഷൻ ഈസ് ബേസിക്കലി എ ബിഗർ നെയിം ഫോർ വെബ് ആപ്സ്. ഓക്കെ, ഫോണിലെ ആപ്സ് പോലെ വെബിലെ ആപ്സ്. ഓക്കെ, സോ can somebody name like a web application you use every day? എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു വെബ് ആപ്ലിക്കേഷൻ. എന്ത് വെബ് ആപ്ലിക്കേഷൻ ആണ്, എന്തിനാ യൂസ് ചെയ്യുന്നത്? Can you share it with me? വാട്സപ്പ് വെബ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? ഓക്കെ, ഇതെവിടെയെത്തി? ഓക്കെ, സോ വെബ് ആപ്ലിക്കേഷൻസിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാണ്ട് യൂസ് ചെയ്യാം, വെബിൽ യൂസ് ചെയ്യാം, ക്ലൗഡിൽ യൂസ് ചെയ്യാം. അത് എന്താണ്, എങ്ങനെയാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ സ്പേസ് കുറേ സേവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ അപ്ഡേറ്റ്സ് ഉണ്ടാകുമ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവും, കുറേ ടൈം നമുക്ക് സേവ് ചെയ്യും. പിന്നെ ആക്സസ് ചെയ്യാൻ URL ഉപയോഗിച്ചിട്ട് ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ വെബ് അഡ്രസ്സ് ഉപയോഗിച്ചിട്ട് ആക്സസ് ചെയ്യാം. ഫുള്ള് വെച്ച് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനാണ് വെബ് ആപ്ലിക്കേഷൻസ് പറയുന്നത്, വെബിൽ വർക്ക് ചെയ്യാനായിക്കൊണ്ട്. ഓക്കെ, പിന്നെ വെബ് ബ്രൗസേഴ്സ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്ലിക്കേഷൻസ് ദാറ്റ് we use to access and view websites. Okay, which is Google Chrome, Mozilla Firefox, Microsoft Edge. Okay, ഇതൊക്കെ ഗ്രാഫിക്കൽ ബ്രൗസേഴ്സ് ആണ്. ഗ്രാഫിക്കൽ ബ്രൗസേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലിങ്കൊക്കെ ക്ലിക്ക് ചെയ്യാൻ പറ്റും, ഇമേജസ് കാണാൻ പറ്റും, വീഡിയോസ് കാണാൻ പറ്റും. പക്ഷെ നോൺ ഗ്രാഫിക്കൽ ബ്രൗസേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഗോയിങ് ടു ബി ലോ റിസോഴ്സ് എൻവയൺമെൻറ്റ്. വളരെ ലൈക്ക് ഗ്രാഫിക്സ് ഒന്നും ഇല്ലാണ്ട് ടെക്സ്റ്റ് മാത്രം ഉണ്ടാവും, ലൈക്ക് ടെർമിനലൊക്കെ പോലെ. ഓക്കെ, എക്സാമ്പിൾ പറയുന്നത് ലിങ്ക്സ് ആണ്.
എനിക്ക് ലിങ്ക്സ് എന്താ അറിയില്ല, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി ലിങ്ക്സ് എന്താ. ഓക്കെ, പിന്നെ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഗൂഗിൾ ഡ്രൈവ്. ഗൂഗിൾ ഡ്രൈവ് ആൻഡ് ജി സ്യൂട്ട് ടൂൾസ്. ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത് ഇസ് എ ക്ലൗഡ് സ്റ്റോറേജ്. ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫോണിൻ്റെ, നമ്മളെ ഡിവൈസിൻ്റെ സ്റ്റോറേജ് യൂസ് ചെയ്യാണ്ട് വെബിൽ അല്ലെങ്കിൽ ക്ലൗഡിൽ സംഭവങ്ങൾ സ്റ്റോർ ചെയ്യുന്നതിനാണ് ക്ലൗഡ് സ്റ്റോറേജ് പറയുന്നത്. ഓക്കെ, ക്ലൗഡ് സ്റ്റോറേജ്. ഓക്കെ, സോ ക്ലൗഡ് സ്റ്റോറേജിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഏത് ഫോണിൽ നമ്മൾ ഇപ്പം ഗൂഗിൾ അക്കൗണ്ട് എനിക്ക് ലാപ്ടോപ്പിലും ഫോണിലും സെയിം ആണ്. അപ്പം എനിക്ക് ഫോണിൽ ഞാൻ എന്താണ് ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത ഫയൽ കമ്പ്യൂട്ടറിൽ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് സിങ്കിങ് ഇൻ റിയൽ ടൈം. പിന്നെ ഗൂഗിൾ ഡ്രൈവ് പോലത്തെ വേറെ ക്ലൗഡ് സ്റ്റോറേജ് applications will be like OneDrive, SharePoint, അങ്ങനത്തെ ലൈക്ക് ക്ലൗഡിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന സംഭവങ്ങൾ. ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ച് പഠിക്കുന്നതെന്നുള്ളൂ. ഓക്കെ, ഇനി ഗൂഗിൾ ഡ്രൈവിൻ്റെ മെയിൻ ടൂൾസ് iCloud ഫോർ iOS, ഗൂഗിൾ ഡോക്സ് ഉണ്ട്, ഷീറ്റ്സ്, സ്ലൈഡ്, ഫോം, ഇതൊക്കെ ഗൂഗിളിൻ്റെ ടൂൾസാണ്, ജി സ്യൂട്ട് ടൂൾസാണ്. ഇതുപോലെ മൈക്രോസോഫ്റ്റ് ഡോക്സ് ഉണ്ട്, ഡോക്യുമെൻറ്റ്, മൈക്രോസോഫ്റ്റ് ഷീറ്റ് ഉണ്ട്, എക്സൽ, മൈക്രോസോഫ്റ്റ് സ്ലൈഡ്സ് ഉണ്ട്, പവർ പോയിന്റ് പ്രസൻറ്റേഷൻ, മൈക്രോസോഫ്റ്റ് ഫോംസ് ഉണ്ട്, മൈക്രോസോഫ്റ്റ് ഫോംസ്. അപ്പം ഓരോ ക്ലൗഡ് സ്റ്റോറേജിനും അതിൻ്റെതായിട്ടുള്ള സ്യൂട്ട് ടൂൾസ് ഉണ്ടോ. ഗൂഗിളിൻ്റെത് ഗൂഗിൾ ഡ്രൈവ്, ഡോക്സ്, ഷീറ്റ്സ്, സ്ലൈഡ്സ്, ഫോംസ്. ഇനിയും ഇഷ്ടംപോലെ ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്, അങ്ങനെ കുറേ ജി സ്യൂട്ട് ടൂൾസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ അല്ലേ, എല്ലാവർക്കും അറിയുന്നല്ലേ. ഫീച്ചേഴ്സ് എന്താണ്? റിയൽ ടൈം കൊളാബറേഷൻ, എഡിറ്റിംഗ്, ഫയൽ ഷെയർ ചെയ്യാൻ പറ്റും, ക്ലൗഡ് ബേസ്ഡ് ആണ്, എവിടെ നിന്ന് ആക്സസിബിൾ ആണ്, ബാക്കപ്പ് ചെയ്യാൻ പറ്റും, വേർഷൻ ഹിസ്റ്ററി ഉണ്ടാകും, ഡിലീറ്റ് ചെയ്താൽ അത് നമുക്കൊന്നും കൂടിയും ലൈക്ക് റീസെൻ്റ്ലി ഡിലീറ്റഡിൽ പോയാൽ കാണാൻ പറ്റും, കാരണം ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്തതായിരിക്കും. ഓക്കെ, ഇതാ ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റം ഞാൻ പറഞ്ഞത്. ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ്, iCloud, OneDrive, SharePoint, ഇതൊക്കെ ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ.